ഹലോ, നമ്മളുണ്ടല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക നമ്മുടെ അമ്മമാരുടെ ഭക്ഷണമായിരിക്കും അല്ലേ. അമ്മമാർ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിനോടൊക്കെ നമുക്ക് ഭയങ്കര കൊതി തോന്നുന്ന സമയമാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ. നമ്മൾ ആദ്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഭക്ഷണത്തിനോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കൊതി അല്ലേ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഇഷ്ടമുള്ള ഒരു കറി എന്ന് പറയുന്നതാണ് മുട്ടക്കൂട്ടാൻ കേട്ടോ. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള കറിയാണ്. അമ്മയുടെ മാസ്റ്റർ പീസ് ആയിട്ടാന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ അത്രയ്ക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കറി ഇതാണ്. കാരണം ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ കറി വയ്ക്കുമെങ്കിൽ പോലും ചേട്ടൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ മുട്ട കൂട്ടാനായിട്ട് വയ്ക്കുന്ന ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നൊരു കറി ഇതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവരൊന്ന് കമൻറ്റ് ഒന്ന് ചെയ്താൽ മതി. ഞാനത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനൊന്നും ഇല്ല വെച്ചെങ്കിൽ എന്താ പറയുക, മീൻ കറിയുടെ ഒപ്പം തന്നെ പിടിച്ച് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഈ മുട്ടക്കൂട്ടാൻ എന്ന് പറയുന്നത്. ശരിക്കും മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെ സെയിം റെസിപ്പിയാണ്. നമ്മൾ പച്ചമാങ്ങയാണ് മാത്രം നമ്മൾ മീൻ കൂട്ടാൻ വെക്കുമ്പോൾ പുളിയാണ് ഇടുന്നതെന്ന് വെച്ചെങ്കിൽ കൂട്ടാൻ വയ്ക്കുക, അതായത് മുട്ടക്കൂട്ടാൻ വെക്കുമ്പോൾ നമ്മൾ പച്ചമാങ്ങയായിട്ട് ഇടുന്നത്. പുളിക്ക് പകരം നമ്മൾ കുടംപുളിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ കുടംപുളിക്ക് പകരം മുട്ടക്കൂട്ടാനിൽ നമ്മളിടുന്നത് മാങ്ങയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്.